നുറുങ്ങ് വഴിയോര കാഴ്ച. ബസ് സ്റ്റോപ്പാണ് രംഗം. ബസ് കാത്തു നിൽക്കുന്നവർ മമ്മൂട്ടി, മോഹൻലാൽ, ശോഭന. ആർക്കാസുഖം? കുറെ നേരമായല്ലോ ഇങ്ങനെ ഷൂ ഷൂ എന്ന് വിളിക്കാൻ തുടങ്ങിയിട്ട്. വൃത്തിയായിട്ട് മനുഷ്യൻ. ദേ കാലിൽ കിടക്കുന്ന ചെരുപ്പാണ്. അടിച്ച് മുഖത്തിന്റെ ഷേപ്പ് മാറ്റാൻ ഞാൻ പറഞ്ഞേക്കാം. ഒരു മിനിറ്റ് സർ, കുറെ നേരമായി സർ ഇവരെന്നെ ഷൂ ഷൂ എന്ന് വിളിക്കണത്. അതെയാ? എന്താ മര്യാദക്ക് ബസ് കാത്ത് നിന്നൂടോ? കേട്ടില്ലേ സർ? സാർ ഞാനൊരു മാന്യനാണ്. ഞാൻ വളരെ ഡീസന്റ് ആയിട്ട് പെരുമാറുന്ന ആളാണ്. ഒരാളെ ഷൂ ഷൂ എന്നൊന്നും ഞാൻ വിളിക്കാറില്ല. നിന്നെ പിടിക്കാൻ വേണ്ടി തന്നെടാ ഞാൻ ഈ ഐഡിയ. രണ്ടുപേർക്ക് സോറി പറയണം. സോറി സോറി. സാർ 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 കണ്ട സാർ, ഈ പൈപ്പ് ലൈൻ പൊട്ടിയിട്ടതാ വെള്ളം ഷൂ ഷൂ എന്ന് വെളിയിൽ പോകുന്ന ഒരു ശബ്ദമാണ്. ഞാനേ അത് അടച്ചു വെച്ചേക്കാം. ഇത് അടച്ചു വയ്ക്കണം. എന്താണ് സാർ എന്റെ ആവശ്യം? എവിടേക്കാണ് ഇടിച്ചതെന്നറിയാം. ഈ പൈപ്പ് ലൈൻ പൊട്ടിക്കിടക്കുന്ന വിവരം തനിക്ക് ആദ്യമേ എന്നോട് പറഞ്ഞൂടായിരുന്നോ? സാർ അത് കാണണ്ടേ? സോറി മാഡം, ഇവരെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ ബസ് സ്റ്റോപ്പിൽ നിന്ന് ശല്യം ചെയ്യുന്ന ആൾക്കാരില്ല. ദേ ആർ ഡീസന്റ് ജെന്റിൽമെൻ. ഓക്കെ, അപ്പൊ ഓക്കെ എന്നാലേ. സോറി. അപ്പൊ ഓക്കെ എന്നാലേ. ഓക്കെ. എന്താണ് മാഡം? ഇതാ കണ്ടില്ല, ആ പോലീസുകാരൻ എന്നെ ആവശ്യമില്ലാതെ ഇടിച്ച് നാശമാക്കി. ഞാൻ എന്ത് തെറ്റ് ചെയ്തു? സോറി സർ. എന്ത് സോറി? ഞാൻ വളരെ ഡീസന്റ് ആയിട്ടാണല്ലോ മാഡത്തിനോട് പെരുമാറിയത്. എന്താ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. വെരി വെരി സോറി സർ. എന്താ പേര്? എന്റെ പേര് ഹരി. ഞാൻ നിങ്ങളുടെ പേരല്ല ചോദിച്ചത്. ഞാൻ എന്റെ പേരാണ് പറഞ്ഞത്. എവിടെ ജോലി? ഞാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിലാണ്. ഞാൻ കേരള മറൈൻ എക്സ്പോർട്ട് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. കേട്ട് കാണും. കേട്ടു. ആ കമ്പനി പൊട്ടിപ്പൊളിഞ്ഞ് കുത്തുവാള എടുക്കാൻ പോവാണെന്ന് ഇന്നത്തെ പേപ്പറിലുണ്ടായിരുന്നു. കമ്പനിയുടെ ഭീമമായ ലാഭം ഷെയർ ഹോൾഡേഴ്സിന് തുല്യമായി വീതിച്ചു കൊടുക്കുന്നു എന്നാണ് പത്രത്തിലുണ്ടായിരുന്നത്. മാഡത്തിന്റെ വീട്ടിലാരൊക്കെയുണ്ട്? മാഡത്തിന്റെ വീട്ടിലോ? മാഡത്തിന്റെ വീട്ടിൽ 4 പട്ടി 3 പൂച്ചയുണ്ട്. എനിക്ക് എന്ത് വേണം? എന്റെ വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ മാഡം. എന്റെ വീട്ടിൽ അച്ഛനും അമ്മയില്ല മാഡം. ഇയാളെ അനാഥനാണോ? 4 ജോലിക്കാരും ഞാനും മാത്രമേ ഉള്ളൂ. സുഖ ജീവിതം. ഹോട്ടൽ എടുത്താൽ ഹോട്ടല്. അതെ, പൊറോട്ട അടിക്കാൻ വരുന്നോ? ഞാൻ പൊറോട്ട കഴിക്കാൻ വരാം. എന്താ മാഡത്തിന്റെ പേര്? നീലിമ. ബ്യൂട്ടിഫുൾ നെയിം. മാഡം, എനിക്ക് 8,000 റുപ്പീസ് സാലറി ഉണ്ട്. മാഡം, എനിക്ക് 10,000 റുപ്പീസ് സാലറി ഉണ്ട്. മാഡം, ടിഎയും ഡിഎയും എല്ലാം കൂടെ ചേർത്ത് എനിക്ക് 12,000 റുപ്പീസ് സാലറി ഉണ്ട്. മാഡം, എനിക്ക് ഓവർ ടൈമും കൂടെ ചേർത്ത് 20,000 റുപ്പീസ് സാലറി ഉണ്ട്. ഞങ്ങളുടെ കമ്പനി ഓവർ ടൈം ചെയ്ത് തടി ചീത്തയാക്കാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് അവർ എക്സ്ട്രാ പൈസ തരും. അങ്ങനെ 22,000 റുപ്പീസ് സാലറി ഉണ്ട് മാഡം. തടി കണ്ടാലേ അറിയാം. മാഡം എവിടെ പോകുന്നു? മാഡം പിണ്ണാക്ക് വാങ്ങിക്കാൻ പോകും. തനിക്ക് എന്ത് വേണം? മാഡത്തിന് ഒരു പിണ്ണാക്ക് മാടനെ കണ്ടാൽ മതി. അങ്ങോട്ട് നോക്കിയാൽ മതി. Shut up. You shut up. You shut up. You shut up. You both shut up. മാഡം, ഞാൻ ഇവിടെ ആർക്കാ അസുഖം? കുറെ നേരമല്ലോ എന്നെ ട്യൂഷൻ വിളിക്കാൻ തുടങ്ങിയിട്ട്. ദാ കാലിൽ കിടക്കുന്ന ചെരുപ്പാണ്.
അടിച്ച് രണ്ടാളുടെ ഷേപ്പ് മാറ്റി കളയും ഇൻഡീസെന്റ് ഫെലോസ്. മാഡം ഞങ്ങളെ വെറുതെ തെറ്റിദ്ധരിക്കില്ല. ഇതാ ഈ പൈപ്പ് ലൈൻ ലീക്ക് ചെയ്ത് ഷൂ വെള്ളം വന്നാ ഇതാ ഇയാൾ അടച്ചു വെച്ച അതാ തുറന്ന് പോയി കണ്ണ പറച്ചേക്കാം. ഇയാൾ അടച്ചു വെച്ച അതാ തുറന്നത്. എപ്പോ അതിന് പോലീസിന്റെ അടിയുണ്ട്. പോലീസിന്റെ എനിക്ക് അടിയൊന്നും കിട്ടിയില്ല. ചുമ്മാ കൊള്ളാം. എന്താ പേര്? എന്റെ പേര് കൃഷ്ണനാണ്. നിങ്ങളുടെ പേര് ചോദിച്ചില്ല. ഞാൻ എന്റെ പേരാണ് പറഞ്ഞത്. ഇതിനു മുമ്പ് മാഡത്തിന് ഈ ബസ് സ്റ്റാൻഡിൽ ഞാൻ കണ്ടിട്ടേ ഇല്ലല്ലോ. മാഡം ഇന്നാണ് ജനിച്ചത്. ജനിച്ച ഉടനെ ബസ് സ്റ്റോപ്പിലേക്ക് പോന്നു. പേര് പറഞ്ഞില്ല. എന്റെ പേര് മായാദേവി. ബ്യൂട്ടിഫുൾ നെയിം. എന്റെ ഫോൺ നമ്പർ 4935. എന്റെ ഫോൺ നമ്പർ എന്റെ ഫോൺ നമ്പർ 4935. ഒരാൾ പറയാൻ സമ്മതിക്കൂ. ഞാനല്ലേ ആദ്യം സംസാരിച്ചു തുടങ്ങിയത്. 4935. ഫോൺ നമ്പർ പറയാൻ സമ്മതിക്കുന്നില്ലല്ലോ. 4935. മാഡം കേരളത്തിൽ ഏറ്റവും കൂടുതൽ സാലറി കിട്ടുന്ന ഒരു യങ് ബാച്ചിലർ ഞാനാണെന്നാണ് തോന്നുന്നത്. യങ് ബാച്ചിലർക്ക് അമ്മയുടെ ചികിത്സയ്ക്ക് പണത്തിന് കടം വാങ്ങിക്കേണ്ട ഗതികേടാണുള്ളത്. എനിക്ക് ആ പ്രശ്നമേ ഇല്ല. എന്റെ അച്ഛൻ എസ്റ്റേറ്റ് ഉണ്ട്, അമ്മയ്ക്ക് ഫാക്ടറി, അമ്മൂമ്മയ്ക്ക് കാപ്പിക്കടയുണ്ട്. കുറച്ചു മുമ്പ് ഇയാൾ പറഞ്ഞില്ലേ തനിക്ക് അച്ഛനും അമ്മയില്ലെന്ന്. പെട്ടെന്ന് അവർ സ്ഥലത്തില്ല എന്നാണ് പറഞ്ഞത്. അവർ രണ്ടുപേരും അമേരിക്കൻ ടൂറിലാണ്, എൻഡികളല്ല. കടക്കാരിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ മുങ്ങി എന്നാണ് ഞാൻ കേട്ടത്. അവരെ മുങ്ങിക്കപ്പലിലാണ് യൂറോപ്പ് വരെ പോയത്. അതുകൊണ്ടാണ് മുങ്ങി എന്ന് കേട്ടത്. ഇപ്പൊ രണ്ടാൾക്ക് എന്താ വേണ്ടേ? എനിക്ക് ഒരാളെ സംസാരിക്കുന്ന ഡിസ്റ്റർബ് ചെയ്യില്ല. കുറെ നേരം ബാങ്കിന്റെ മുന്നിൽ വന്ന് നിൽക്കാനല്ലേ പറഞ്ഞത്? ചേട്ടൻ പറഞ്ഞത് ഇവിടെ അല്ലേ? അല്ല, ബാങ്കിന്റെ മുന്നിൽ നിൽക്കാനാണെന്ന് പറഞ്ഞത്. ഇല്ല ചേട്ടാ. സോറി ജെന്റിൽമാൻ, എന്റെ ഭാര്യ ആകാൻ പോകുന്ന ഭാര്യ. അപ്പൊ ഓക്കെ എന്നല്ലേ? അപ്പോ ജെന്റിൽമാൻ അപ്പൊ നമ്മൾ എന്താണ് മാഡം പറഞ്ഞുകൊണ്ട് വന്നത്? നമ്മൾ ഒന്നും പറഞ്ഞില്ല സർ. പക്ഷെ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നിരുന്നു മാഡം. മാഡം ഇവിടെ ഒരാളെ സംസാരിക്കാൻ തുടങ്ങി, അതിന് ഇടയ്ക്ക് ഡിസ്റ്റർബ് ചെയ്യുന്നത്. നിങ്ങൾ സംസാരിക്കും. എനിക്ക് മാഡത്തിനെ അവരൊന്ന് ഇംപ്രസ് ചെയ്തോട്ടെ. ഞാൻ മാഡത്തിനെ കണ്ടപ്പോ തന്നെ മാഡത്തിനെ കണ്ടപ്പോ തന്നെ എന്താണ് പറയുന്നത് മനസ്സിലാക്കി. പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് മീ. പ്ലീസ് ഡോണ്ട് എന്റെ ഭാര്യയാണ്. എന്താടാ